കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് തലയ്ക്കേറ്റ ഗുരുതര പരിക്കും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണം. അപകടത്തിൽ തലയോട്ടി പൊട്ടി തലച്ചോർ പുറത്തുവന്നു. വാരിയെല്ലുകൾ പൂർണ്ണമായും ഒടിഞ്ഞെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ആണ് ചേരുന്നത്. ടോബി, ഗുഡ് ഈവനിങ്. എത്രത്തോളം ദാരുണമായ ഒരു അന്ത്യമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണല്ലോ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ മരണകാരണമായി പറയുന്നത്? ക്രിസ്റ്റീന, തീർച്ചയായിട്ടും അത്രയും വലിയ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ അത് തകർന്ന് വീഴുമ്പോൾ അതിനടിയിൽ പെടുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു മുറിവുകൾ അല്ലെങ്കിൽ ചതവുകൾ അതൊക്കെ കൃത്യമായി തന്നെ ഇതിൽ പറയുന്നുണ്ട്. ദാരുണമായിട്ടുള്ള ഒരു മരണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തലക്കേറ്റ ഗുരുതര പരിക്കും ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. അപകടത്തിൽ തലയോട്ടി പൊട്ടി തലച്ചോറ് തകർന്നു, വാരിയെല്ല് പൂർണ്ണമായും ഒടിഞ്ഞു, ശ്വാസകോശം അതുപോലെ തന്നെ ഹൃദയം, കരൾ ഉൾപ്പെടെ ആന്തരിക അവയവങ്ങൾക്കും ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് അതേ മെഡിക്കൽ കോളേജിൽ തന്നെ, കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഉടൻ തന്നെ പോലീസിന് കൈമാറും. അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സംഭവം നടന്നപ്പോൾ തന്നെ ഈ മൃതദേഹം ബിന്ദുവിനെ പുറത്തെടുത്തപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നതാണ് കോൺക്രീറ്റിൻ്റെ കട്ടകൾ അത് ആ ബിന്ദുവിൻ്റെ ശരീരത്തിന് മുകളിൽ കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ആദ്യമേ ആളുകൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി അവിടെ കട്ടകൾ മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അതിന് സാധിച്ചില്ല. കാരണം അത്രയും കോൺക്രീറ്റ് കട്ടകൾ ആ ബിന്ദുവിന് മുകളിൽ ഉണ്ടായിരുന്നു. തുടർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ JCBകൾ കൊണ്ടുവന്ന് മണ്ണ് മാറ്റിയാണ് ആ ബിന്ദുവിനെ പുറത്തെടുത്തത്. ആ ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ അത്രയും വലിയ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ ദേഹത്തേക്ക് വീഴുമ്പോൾ ഉണ്ടാകാവുന്ന ആ വീണത് തന്നെയാണ് മരണമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഉടൻ പോലീസിന് കൈമാറും. ക്രിസ്റ്റീന.